വെൽക്കം ബാക്ക് ടു Onevestor. ഇന്നത്തെ എപ്പിസോഡിൽ ഡേ ട്രേഡിങ്ങിൻ്റെയും ഗാംബ്ലിങ്ങിൻ്റെയും ഇൻവെസ്റ്റിങ്ങിൻ്റെയും ഡെഫിനിഷൻ എന്താണെന്നും അത് തമ്മിലുള്ള ഡിഫറൻസസും സിമിലാരിറ്റീസും എന്തൊക്കെയാണെന്നുമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഫാദർ ഓഫ് വാല്യൂ ഇൻവെസ്റ്റിംഗ് എന്നറിയപ്പെടുന്ന ബെഞ്ചമിൻ ഗ്രഹാം പറഞ്ഞിരിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേമിൽ അതൊരു വോട്ടിംഗ് മെഷീൻ ആണെന്നും ലോങ് ടേമിൽ അതൊരു വെയിങ് മെഷീൻ ആണെന്നുമാണ്. ഇനി അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ ഷോർട്ട് ടേമിൽ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അതായത് ഇൻട്രാഡേയിലാണ് സ്പെസിഫിക്കലി ഉദ്ദേശിക്കുന്നത്. ഇൻട്രാഡേയിലാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ജയൻറ്റ് കസിനോ പോലെയാണ്. അതായത് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ബെറ്റ് ചെയ്യുകയാണ്, ആരാണ് വിൻ ചെയ്യുന്നത് ആരാണ് ലൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഏത് സ്റ്റോക്കാണ് വിൻ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഏത് സ്റ്റോക്കാണ് ലൂസ് ചെയ്യാൻ പോകുന്നതെന്നാണ് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ബെറ്റ് ചെയ്യുന്നത്. എന്നാൽ ലോങ് ടേമിൽ എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ വാല്യൂ ക്രിയേഷൻ ആണ് നടക്കുന്നത്. അതായത് ഏത് സ്റ്റോക്കാണോ നന്നായിട്ട് ലോങ് ടേമിൽ പെർഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ നല്ല പ്രോഫിറ്റ്സ് ജനറേറ്റ് ചെയ്യുന്നത് ആ സ്റ്റോക്സ് ആണ് ലോങ് ടേമിൽ വിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ സ്റ്റോക്സിലായിരിക്കും ലോങ് ടേമിൽ വാല്യൂ ക്രിയേഷൻ നടക്കുന്നത്. സോ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഡേ ട്രേഡിങ്ങിനെ പറ്റിയും ഗാംബ്ലിങ്ങിനെ പറ്റിയും ഇൻവെസ്റ്റിങ്ങിനെ പറ്റിയും നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ആദ്യം തന്നെ ഡേ ട്രേഡിങ് എന്താണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഡേ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു സ്റ്റോക്കോ അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റിയോ ഒരു ദിവസം വാങ്ങിച്ചിട്ട് അന്ന് തന്നെ സെല്ല് ചെയ്യുന്നതിനാണ് ഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഇനി ഒരു ദിവസം തന്നെ എന്തുകൊണ്ടാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സ്റ്റോക്സിൽ ഇത്രയും ഫ്ലക്ച്വേഷനും ചോദിച്ചാൽ അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ആ സ്റ്റോക്സിൽ അല്ലെങ്കിൽ ആ സെക്യൂരിറ്റീസിലൊക്കെ ഉള്ള ഡിമാൻഡിൻ്റെയും സപ്ലൈയുടെയും മിസ്മാച്ച് ആണ്. അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ അപ്പർ സെക്യൂരിറ്റിനെ പറ്റിയും ലോവർ സെക്യൂരിറ്റിനെ പറ്റിയുള്ള എപ്പിസോഡ് കണ്ടാൽ മതി. ആ എപ്പിസോഡ് കാണണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ ലെഫ്റ്റിലുള്ള ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി ഡേ ട്രേഡിങ്ങിൽ വിന്നേഴ്സും ഉണ്ട് ലൂസേഴ്സും ഉണ്ട്. അതായത് ഒരു ദിവസം ട്രേഡ് ചെയ്യുന്ന എല്ലാവർക്കും, അതായത് 100% ആൾക്കാർക്കും പ്രോഫിറ്റ്സ് ജനറേറ്റ് ചെയ്യാൻ ഒരിക്കലും കഴിയത്തില്ല. കാരണം ഡേ ട്രേഡിങ്ങിൽ ഒരു ട്രേഡറിൻ്റെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ മറ്റൊരു ട്രേഡറിൻ്റെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ട്രേഡേഴ്സിൻ്റെ ലോസസ് ആയിരിക്കും. ഇനി ഡേ ട്രേഡിങ്ങിലും ഗാംബ്ലിങ്ങിലും ഉള്ള ഒരു മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഗാംബ്ലിങ്ങിൽ ഒരു ഫെസിലിറ്റേറ്ററായിട്ട് നിൽക്കുന്നത് ഒരു കസിനോ ഹൗസാണ്. എന്നാൽ ട്രേഡിങ്ങിൽ ഒരു ഫെസിലിറ്റേറ്ററായിട്ട് നിൽക്കുന്നത് ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചും ആണ്. അവിടെയും ഒരു വലിയ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഗാംബ്ലിങ്ങിൽ നിങ്ങൾ വിൻ ചെയ്യാതിരിക്കേണ്ടത് കസിനോ ഹൗസിൻ്റെ ആവശ്യമാണ്, കാരണം നിങ്ങളുടെ ലോസസ് അവരുടെ പ്രോഫിറ്റ്സ് ആണ്. എന്നാൽ ഡേ ട്രേഡിങ്ങിൽ നിങ്ങളുടെ പ്രോഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ലോസസോ അല്ലെങ്കിൽ നിങ്ങളുടെ ലോസസ് എന്ന് പറഞ്ഞാൽ അത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ പ്രോഫിറ്റോ അല്ല. കാരണം സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു ഫെസിലിറ്റേറ്റർ മാത്രമാണ് ബയേഴ്സിനെയും സെല്ലേഴ്സിനെയും കണക്ട് ചെയ്യുന്നത്. പക്ഷേ നിങ്ങളുടെ പ്രോഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് വേറൊരു ട്രേഡറിൻ്റെ ലോസസ് ആയിരിക്കാം. പക്ഷേ നിങ്ങളുടെ പ്രോഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ലോസസ് അല്ല. സോ നമുക്ക് പറയാൻ പറ്റും ഡേ ട്രേഡിങ്ങിൽ കാസിനോയ്ക്ക് ഉള്ളതുപോലൊരു ഹൗസ് അഡ്വാൻറ്റേജ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്ക് ഇല്ല എന്നുള്ളത്. ഇനി ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ക്യാഷ് ഒരു അസറ്റിൽ ഇൻകമോ പ്രോഫിറ്റോ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്യുന്നതിനാണ് ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ ഒരു അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാപിറ്റൽ അപ്രീഷിയേറ്റ് ചെയ്യാനോ വേണ്ടിയിട്ടാണ്. ഇനി ഗാംബ്ലിംഗ് എന്ന് പറഞ്ഞാൽ ബെറ്റിംഗ് ആണ്. അതിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ കാർഡ് ഗെയിംസും അതുപോലെ ഹോഴ്സ് റേസിംഗ് ഒക്കെയാണ്. ഗാംബ്ലിങ്ങിൻ്റെ റിസൾട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒന്നുകിൽ സ്കില്ലിനെ ആയിരിക്കാം, അല്ലെങ്കിൽ ലക്കിനെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ഈവൻറ്റിനെ ആയിരിക്കാം. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഡേ ട്രേഡിങ്ങും ഗാംബ്ലിങ്ങും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. ട്രേഡിങ്ങിലും ഗാംബ്ലിങ്ങിലും ഉള്ള ഏറ്റവും വലിയ കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇതിൽ രണ്ടിലും 2 കേസ് മാത്രമേ സംഭവിക്കത്തുള്ളൂ. ഒന്നുകിൽ നിങ്ങൾ വിൻ ചെയ്യും അല്ലെങ്കിൽ നിങ്ങൾ ലൂസ് ചെയ്യും. ഇനി ഈ 2 കേസിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറവാണ്, അല്ലെങ്കിൽ അത് ഭയങ്കര ഡിഫിക്കൾട്ടാണ്. അതുപോലെ ഈ 2 കേസിലും, അതായത് ഡേ ട്രേഡിങ്ങിലായാലും ശരി അല്ലെങ്കിൽ ഗാംബ്ലിങ്ങിലായാലും ശരി, നിങ്ങൾക്ക് ലെവറേജ് കിട്ടുന്നുണ്ടെങ്കിൽ ആക്ച്വലി അത് നിങ്ങൾക്ക് എഗൻസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു 1000 രൂപയുണ്ട്, ആ 1000 രൂപ വെച്ചിട്ട് 10,000 രൂപയുടെ ട്രേഡിങ്ങോ അല്ലെങ്കിൽ ഗാംബ്ലിങ്ങോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളപ്പോൾ അവിടെ റിസ്ക് ചെയ്യുന്നത് നിങ്ങളുടെ എൻറ്റയർ ക്യാപിറ്റലാണ്. ഇനി ട്രേഡിംഗ് ആണെങ്കിലും ശരി അല്ലെങ്കിൽ ഗാംബ്ലിംഗ് ആണെങ്കിലും ശരി, ഇത് രണ്ടും ഒരു സീറോ സം ഗെയിമാണ്. അതായത് ഒരാളുടെ ലോസ് ആണ് മറ്റേ ആളുടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ. പക്ഷേ ട്രേഡിങ്ങിൻ്റെയും ഗാംബ്ലിങ്ങിൻ്റെയും റിസ്ക് എന്ന് പറഞ്ഞാൽ ഡിഫറൻ്റ് ആണ്. ഫോർ ഇൻസ്റ്റൻസ് നിങ്ങൾക്ക് ഡേ ട്രേഡിങ്ങിൽ വേണമെങ്കിൽ ഡേറ്റ ഡ്രിവൺ ആയിട്ടോ അല്ലെങ്കിൽ റിസർച്ച് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റും. അതുപോലെ ഫണ്ടമെൻ്റൽ അനാലിസിസോ അല്ലെങ്കിൽ ടെക്നിക്കൽ അനാലിസിസോ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലോസസിനെ വേണമെങ്കിൽ ലിമിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ട്രേഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് എപ്പോൾ എൻ്റർ ചെയ്യണം അല്ലെങ്കിൽ എപ്പോൾ എക്സിറ്റ് ചെയ്യണം എന്നുള്ളത്. ട്രേഡിങ്ങിൻ്റെ ഫെസിലിറ്റേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ഗാംബ്ലിങ്ങിൻ്റെ ഫെസിലിറ്റേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു കസിനോ ആണ്. അതുപോലെ ട്രേഡിങ്ങിൽ സ്ലോ പ്രോഫിറ്റ്സും സ്ലോ ലോസസും ആണ്. പക്ഷേ ഗാംബ്ലിങ്ങിൽ ക്വിക്ക് പ്രോഫിറ്റ്സും ക്വിക്ക് ലോസസുമാണ് സംഭവിക്കുന്നത്.
ഇനി ട്രേഡിങ്ങിനെയും ഗാംബ്ലിങ്ങിനെയും ഞാൻ ഇൻവെസ്റ്റിംഗ് ആയിട്ടാണ് കമ്പയർ ചെയ്യാൻ പോകുന്നത്. ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, നമ്മളുടെ ക്യാപിറ്റൽ ഒരു അസറ്റ് വാങ്ങിക്കാനായിട്ട് അലോക്കേറ്റ് ചെയ്യുകയാണ്. സോ നമ്മൾ അവിടെ ഒരു റിസൾട്ടായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു ഇൻകമോ അല്ലെങ്കിൽ പ്രോഫിറ്റോ ആണ്. അങ്ങനെ തന്നെയാണ് ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതും ബിൽഡിങ്സ് കൺസ്ട്രക്ട് ചെയ്യുന്നതും ഓരോ പ്രോജക്ട്സിന് ഫിനാൻസ് കിട്ടുന്നതുമെല്ലാം. സോ ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ലോങ് ടേമിനെയാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സിന് എല്ലാം തന്നെയും വിൻ ചെയ്യാൻ പറ്റും. കാരണം ഇൻവെസ്റ്റിങ്ങിൽ ഒരു വാല്യൂ ക്രിയേഷൻ നടക്കുന്നുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഡിസിപ്ലിനാണ് എല്ലാം. കാരണം ആ ഒരു കാര്യം മാത്രമേ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഏത് സ്റ്റോക്ക് പെർഫോം ചെയ്യുമെന്നോ അല്ലെങ്കിൽ ഏത് സ്റ്റോക്ക് താഴോട്ട് പോകുന്നോ ഒന്നും നിങ്ങൾക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതൊന്നും നിങ്ങളുടെ കയ്യിലുള്ളതല്ല. പക്ഷേ നിങ്ങളുടെ കയ്യിൽ 100% ഉള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ ഇമോഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഡിസിപ്ലിൻ. നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റും ഏത് സ്റ്റോക്ക് വാങ്ങിക്കണം, അത് എപ്പോൾ എക്സിറ്റ് ചെയ്യണം, അതുപോലെ എത്ര രൂപയുടെ റിസ്ക് എടുക്കണം, അല്ലെങ്കിൽ എത്ര രൂപയായിരിക്കണം നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ്. അത് ആ സ്റ്റോപ്പ് ലോസ് കറക്റ്റായിട്ട് ട്രിഗർ ചെയ്യുമ്പോഴത്തേക്ക് എക്സിറ്റ് തീർച്ചയായിട്ടും ചെയ്തിരിക്കുക. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നത്. സോ അതുകൊണ്ട് തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഡിസിപ്ലിനാണ് എല്ലാം എന്ന് പറയുന്നത്. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗുഡ് ബൈ അൺടിൽ ദ നെക്സ്റ്റ് എപ്പിസോഡ്.